ഇതാണ് സെറ്റപ്പ്. കാരണം ഇതിൽ എത്ര ആൾക്കാർ വന്നാലും എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പാണ് തൃശ്ശൂർ. തിരുവമ്പാടിക്കാർ പൊളിക്കും, പൊളിച്ചിരിക്കും. ആ ഒരു ആവേശം നിങ്ങൾക്ക് കാണാനില്ല എന്നുള്ള ഒരു പൊതുപരാതി. ഓരോ ഇതില് എല്ലാത്തിനും നമ്മൾ എത്ര ആൾക്കാർ വന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ ഈ റൗണ്ട് ബെട്ട് മതി. അതല്ലേ ഏതാണ് റൗണ്ട് ബെട്ട്? വടക്കുന്നാഥന്റെ മുറ്റത്ത് കൊള്ളാത്തതായിട്ടില്ല പൂരം. വടക്കുന്നാഥൻ ഉൾക്കൊള്ളാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ്. സർപ്രൈസുകൾ കൊണ്ട് മിന്നിപ്പിക്കും. സ്പെഷ്യൽ കുടകളുണ്ടാവും. ഈ 18 കുടകൾ ഏതൊക്കെ സീക്രട്ട് ആണ്, അത് നമ്മള് റിവീൽ ചെയ്യും. ടൈമുണ്ട്. സർപ്രൈസ് 18 സർപ്രൈസുകൾ എന്നുള്ളത് പുറത്തു നമ്മൾ ചെയ്തിരിക്കും. അതാണ് തിരുവമ്പാടി പാറമേക്കാവും. അതിനനുസരിച്ച് തയ്യാറെടുക്കും. 19 കൂടുതലുണ്ട്. 19 സർപ്രൈസുകളുമായി പാറമേക്കാവ്. അപ്പൊ സർപ്രൈസ് മേളത്തിന്റെ മേളം കൂടുതലാണോ? നമ്മള് തിരുവമ്പാടിക്കാർക്ക് മാത്രം ബൂസ്റ്റ് ചെയ്യല്ലോ. ഇവിടെ തിരുവമ്പാടിക്കാർ മാത്രം ഉള്ളോണ്ടാ സ്പെഷ്യൽ റിവീൽ. നമ്മള് ഒരുപാട് 12 സെറ്റ് സ്പെഷ്യൽ കൊടുക്കും. നമ്മളില് നേരത്തെ ഒരു 18 കണക്ക്. പിന്നെ LED വേറെ സന്ധ്യ വൈകിട്ട് നൈറ്റ് ആവുമ്പോൾ ആൾക്ക് കൊടകള് ആളാണ് പണിയുന്നത്. പക്ഷെ ആൾക്ക് തന്നെ അറിയില്ല. പക്ഷെ ഇറ്റ്സ് എ ഫേവറേറ്റ് കൊടകൾ. ചേട്ടൻ്റെ പേര് പ്രസാദ് ഏട്ടന്റെ സർപ്രൈസ് കുടകളാണ് ഇത്തവണയുള്ളത്. ഏതായാലും തിരുവമ്പാടിക്കാർ വലിയ ആവേശത്തിലാണ്. പാറമേക്കാവ് ഇറങ്ങി വരണം അല്ലേ? പാറമേക്കാവരുടെ ആവേശം കാണണമെങ്കിൽ ഒന്ന് ഇറങ്ങി വരണം. പാറമേക്കാവ് ആരെങ്കിലും ഉണ്ടോ? അവിടെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടുണ്ടാവും. അവിടെ ഉണ്ടോ? ഓക്കെ. അപ്പൊ തിരുവമ്പാടിക്കാരും പാറമേക്കാവുകാരും തമ്മിലുള്ള വിദ്വേഷമില്ലാത്ത മത്സരത്തിന്റെ കാഴ്ച, ആ കൂടിക്കാഴ്ചയിൽ കുടമാറ്റത്തിന്റെ കാഴ്ചകളുണ്ട്. കൂടിക്കാഴ്ച എന്ന് പറയുന്നത് പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും സഹോദരിമാരാണെന്ന് പറയുന്നത്. ആ സഹോദരിമാര് വടക്കുന്നാഥന്റെ മുറ്റത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആ കൂടിക്കാഴ്ചയുടെ സൗന്ദര്യമാണ് കുടമാറ്റത്തിന്റെ സൗന്ദര്യം അല്ലെ? നമുക്ക് പാറമേക്കാവരുണ്ടോ നോക്കിയാലോ? അതെ, പാറമേക്കാവരോട് തന്നെ ചോദിക്കാം. ആരൊക്കെയുള്ളേ? എങ്ങനെയുണ്ട് ഇത്തവണ? എങ്ങനെയുണ്ട് സർപ്രൈസ്? ഫുൾ പവറാണ്. നിങ്ങളിപ്പോ അടിച്ചു പൊളിക്കും. തിരുവമ്പാടി പറഞ്ഞത് 19 കുടകൾ 18 കുടകൾ എന്നൊക്കെ പറയുന്നുണ്ട് സ്പെഷ്യലായിട്ട്. ഞങ്ങളുടെ സ്പെഷ്യൽ സാധനമുണ്ട്. എണ്ണം പറഞ്ഞിട്ട് തന്നെയാ നിൽക്കാൻ പോണേ. പൂരം അടിച്ചു പൊളിക്കണം ഈ വർഷം. അത്ര ബുദ്ധിമുട്ടായിട്ട് എല്ലാവരും വന്നേക്കുന്നതാണ്. എന്തായാലും അടിച്ചു പൊളിക്കാം. ഇവിടെ മാറ്റായാലും വെടിക്കെട്ടായാലും എല്ലായാലും അടിപൊളി. ഞങ്ങൾ തൃപ്പയാർന്നാ. എന്തായിരിക്കും ഞങ്ങള് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലത് പൂരം ഈ കൊല്ലായിരിക്കുന്ന ഞങ്ങളുടെ പ്രതീക്ഷ. ആ നിലയിലേക്ക് ആളുകൾ നമസ്കാരം. ഞാൻ ചെറുപ്പം തൊട്ട് വരുന്നതാണ്. അപ്പൊ എല്ലാ കൊല്ലം ദുബായിൽ നിന്ന് വരും. എല്ലാ കൊല്ലം ഇവിടെ തന്നെ നിൽക്കില്ല ഞങ്ങള്. അപ്പൊ കഴിഞ്ഞ കൊല്ലവും എല്ലാ കൊല്ലം ഉണ്ടാവും ഇവിടെ. അപ്പൊ കൊല്ലവും കണ്ടാലും ആവർത്തിച്ച് കണ്ടാലും അടുക്കില്ല അല്ലെ? അതന്നെ, അതാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം. ഇപ്പൊ ഇവിടെ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ ആലോട്ടവും വെഞ്ചാപരവും മുത്തുക്കുടയും ഒക്കെ എത്തിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് ഈ കുടകളുടെയൊക്കെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറയായിരുന്നു. അതായത് ഒരു കുട നിർമ്മിച്ചെടുക്കുന്നത് ഒരു പൂരം കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞാൽ അടുത്ത പൂരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അതിൽ തന്നെ ആ കാണുന്ന ആ കുടയുടെ ഏറ്റവും താഴെ ഭാഗത്തുള്ള അലുക്കുകൾ, നേരത്തെ അർജുൻ കല്യാട് പറഞ്ഞില്ലേ, ആ അലുക്കുകളൊക്കെ മിനുക്കിയെടുക്കുന്നതിന് അത്രയും സൂക്ഷ്മമായ ഒരു വർഷം ഉപയോഗിച്ച കൂടെ അടുത്ത വർഷം ഉപയോഗിക്കില്ല. ചിലത് നന്നാക്കി എടുക്കുന്നുണ്ട്. പക്ഷേ അതും പൂർണ്ണമായും മിനുക്കിയിട്ടാണ്. അല്ലാതെ ചുമ്മാ തട്ടിത്തുടച്ച് കൊണ്ടുവരുന്നതല്ല. അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന് പ്രത്യേകത. കാരണം ഈ ആളുകൾക്ക് കാണാനുള്ളതാണ് ഈ സംഭവങ്ങളെല്ലാം. അത് അതായത് കാത്തിരിപ്പിന്റെ മുഴുവൻ ആവേശവും അവർ ഉൾക്കൊണ്ടുകൊണ്ട് ആ കാത്തിരിപ്പിന് മുഴുവൻ സഫലമാക്കുന്ന വിധത്തിൽ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് അല്ലേ? അത്തരത്തിൽ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. ഒരു വശത്ത് VIP വേണ്ടിയുള്ള സീറ്റിംഗ് കപ്പാസിറ്റികളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ക്രമീകരിച്ചിരിക്കുന്ന സീറ്റുകളുടെ ഒക്കെ പ്രത്യേകത ഉണ്ടോ നോക്കിയേ. നേരത്തെയൊക്കെ VIP പവലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും കയറി എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞു അല്ലേ, ടൂറിസ്റ്റുകൾക്ക് മാത്രമായിട്ട് അത് മാറ്റിവെക്കുന്നു. അത് നല്ലൊരു കാര്യമാണ്. ഇനി യഥാർത്ഥത്തിലേ നമ്മുടെ കേരളത്തിൻ്റെതാണെങ്കിൽ കൂടി കേരളത്തിന്റെ അഭിമാനമായി മാറിയ പൂരമാണെങ്കിലും ഈ പൂരത്തിന് കാണാനെത്തുന്ന വിദേശികളെ പ്രത്യേകമായി നമ്മൾ സൽക്കരിക്കേണ്ടതുണ്ട്. അവർ നമ്മുടെ ലോകത്തിന് മുന്നിൽ കേരളത്തെ ഷോക്കേസ് ചെയ്യാണ് തൃശ്ശൂർ പൂരത്തിലൂടെ, ഈ സാംസ്കാരിക വൈവിധ്യത്തിലൂടെ, വർണ്ണങ്ങളുടെ ഈ മഹാപൂരത്തിലൂടെ. അപ്പോൾ സ്വാഭാവികമായും ലോകത്തിന് മുന്നിൽ കേരളത്തെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പൂരത്തിൽ അവരെ കൃത്യമായ രീതിയിൽ സൽക്കരിക്കേണ്ടത് ആതിഥേയരായ നമ്മുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും ആ നിലയ്ക്ക് തന്നെയുള്ള ക്രമീകരണങ്ങൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് സുരക്ഷിതമായി പൂരം കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.